students, welcome all. Today we will discuss some of the remaining activities of our chapter Bang the Drum. Okay, before going to fourth activity, we will discuss conditional sentences. Okay, do you know what is conditional sentences? Okay, that's conditional sentences എന്നാൽ നമുക്കൊരു കണ്ടീഷൻ വെക്കും, നീ പഠിച്ചാൽ നീ വിജയിക്കും. അപ്പോൾ ഒരു കണ്ടീഷൻ, ഈ പഠിക്കുക എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യുന്ന സെൻറ്റൻസസിനെയാണ് എന്ത് പറയുക, കണ്ടീഷണൽ സെൻറ്റൻസ്. ദർ ആർ 4 types of conditional sentences. Let us discuss one by one. Conditional sentence or conditional clauses, I have already mentioned there are 4 types. Zero condition, first condition, second condition, third condition. Okay, let us discuss one by one. For a conditional sentence, there are 2 parts: a main clause, a conditional clause, and a main clause. Okay, first one is zero conditional. That conditional clauses are talking about the facts or generally truths. We can also say facts that are generally truths and scientific facts. Okay, സാധാരണ ഒരു ഫാക്റ്റ്, സാധാരണ നടക്കുന്ന ജനറൽ കാര്യങ്ങൾ അത് ചെയ്താൽ അതുണ്ടാകും എന്നുള്ള കണ്ടീഷണലിനെയാണ് സീറോ കണ്ടീഷണൽ. എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് വൺ എക്സാമ്പിൾ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. നിങ്ങൾ ഐസ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ചൂടാക്കുകയാണെങ്കിൽ, ഇറ്റ് മെൽറ്റ്സ്, അത് ഉരുകും. അത് ജനറൽ ഫാക്ട്സ് ആണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ 2 പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഹീറ്റ് ഐസ് അതൊരു പാർട്ടാണ്, ഇറ്റ് മെൽറ്റ്സ് മറ്റൊരു പാർട്ടാണ്. ഇഫ് യു ഹീറ്റ് ഐസ് is one part and it melts another part. If you eat is conditional. If clause, we can also say if clause, it's a conditional part, and it melts is the main clause. Okay, and here conditional clause and main clause are in same verb, that is simple present. Conditional sentenceലെയും മെയിൻ ക്ലോസിലെയും അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിലെയും മെയിൻ ക്ലോസിലെയും വേർബ്സ് എന്തായിരിക്കും, സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. ഇഫ് യു ഹീറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ്. ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ് ഓൾസോ സിമ്പിൾ പ്രസൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ക്ലിയർ. ഓക്കെ, ദാറ്റ് ഈസ് സീറോ കണ്ടീഷണൽ. ജനറൽ ട്രൂത്ത് ആയിരിക്കും അതിൽ പറയുന്നുണ്ടാവുക. ക്ലിയർ? Then we can discuss second one, that is first conditional. Okay, first conditional എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കാം. Okay, it talks, first condition talks about predicting likely result in the future if the condition happens. നമ്മൾ കൊടുത്ത കണ്ടീഷന് നടക്കുകയാണെങ്കിൽ ആ സംഭവം ഫ്യൂച്ചറിൽ ഈ സംഭവം നടക്കാം. അങ്ങനത്തെ കണ്ടീഷനിലാണ് ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഇഫ് യു സ്റ്റഡി you will pass the examination. If you study, you will pass the examination. If you study എന്നുള്ളത് conditional clause ആണ്. നീ പഠിക്കുകയാണെങ്കിൽ you will pass the examination. That is main clause. Here, conditional clause and main clause are in same tenses, that is present tense. Okay, if you study, നീ പഠിക്കുകയാണെങ്കിൽ main clauseലേക്ക് ആണോ, will plus study, will plus present, you will pass the examination. Clear ആണോ? Okay, ഫസ്റ്റ് കണ്ടീഷനിൽ കണ്ടീഷണൽ ക്ലോസ് എന്തായിരിക്കും, പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അതിൻ്റെ മെയിൻ ക്ലോസ് വിൽ ഓർ വോണ്ട് പ്ലസ് V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് സെക്കൻഡ് കണ്ടീഷൻ. ലെറ്റ്സ് ലുക്ക് വാട്ട്സ് സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ ടോക്സ് അബൌട്ട് unreal or improbable situation happens now or in future. ഫ്യൂച്ചറിലോ ഇപ്പോഴോ ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇഫ് ഐ വോൺ ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ എ ലോട്ട്. എനിക്ക് ആ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, പാസ്റ്റാണ് അടിച്ചിരുന്നെങ്കിൽ, ഐ വുഡ് ട്രാവൽ എ ലോട്ട്, ഞാൻ ഒരുപാട് സഞ്ചരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടീഷണൽ ക്ലോസിൽ എന്താണ്, ഇഫ് ഐ വോൺ ദ ലോട്ടറി, വോൺ, വിൻ, വോൺ പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. അതേസമയം മെയിൻ ക്ലോസിൽ നോക്കുക, ഐ വുഡ് ട്രാവൽ, ട്രാവൽ പ്രസന്റ് ടെൻസ് തന്നെ V1 ആണ്. അപ്പോൾ വുഡ് പ്ലസ് V1, അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ. ഇഫ് ഐ വോൺ എ ലോട്ടറി ഐ വുഡ് ട്രാവൽ എ ലോട്ട്.
Clear? And last one, third condition. Let's have a look. What's third condition? Okay. Third condition talks about imaginary situations that would not happen. ഇതുവരെ സംഭവിക്കാത്ത ഒരു ഇമേജിനറി സിറ്റുവേഷൻ ആണ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. നീ പഠിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു, എക്സാമിലൊക്കെ പാസ്സാവായിരുന്നു. രണ്ടും നടന്നിട്ടില്ല, പഠിച്ചിട്ടില്ല, പാസ്സായിട്ടില്ല. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. നോക്കാം അതിന്റെ മെയിൻ ക്ലോസിൽ, അതായത് കണ്ടീഷണൽ ക്ലോസിൽ എന്താണ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് പ്ലസ് V3, had plus V3, if you had studied you would have passed. Main clause എന്തൊക്കെയാണ്, would plus have plus V3, you would have passed the examination. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലാസ്റ്റ് 3 കണ്ടീഷൻസ് ആണ്. അതായത് ഫസ്റ്റ് കണ്ടീഷനിലും സെക്കൻഡ് കണ്ടീഷനിലും തേർഡ് കണ്ടീഷനിലും. അതിൻ്റെ എക്സാമ്പിൾ വെച്ച് സ്റ്റഡി എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ എക്സാം പാസ്സാവും. ഇഫ് യു സ്റ്റഡി സിമ്പിൾ പ്രസന്റ് ആണ്, യു വിൽ പാസ്, വിൽ പ്ലസ് സിമ്പിൾ പ്രസന്റ് ആണ്, പാസ് ദ എക്സാമിനേഷൻ. ഓക്കെ. രണ്ടാമത്തെ, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഇഫ് യു സ്റ്റഡീഡ്, സ്റ്റഡീഡ് ഓക്കെ, സ്റ്റഡീഡ് എന്താണ്, പാസ്റ്റ് ആണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. യു വുഡ് പ്ലസ് പാസ് പ്രസന്റ് ആണ്, പാസ് ദ എക്സാമിനേഷൻ. മൂന്നാമത്തെ തേർഡ് ഫോം നോക്കാം. എന്താണ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ you would have passed the examination. If you had studied, had plus V3, studied well, you would have passed, have plus V3, passed the examination. These are the three conditional clauses. Okay. Then let us look to our text. There we give a question activity for read the following passage and identify the sentences that express conditions. ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ ഏത് കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്താനാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കാം. ബട്ട് രാം നാരായൺ seemed pretty serious. I will train you if you want, but I put forward a condition. I will train you, will plus V1. I will train you if you want, but I put forward a condition. What is your condition? Tarun's voice showed curiosity and anxiety. There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win the race, I promise I will start training you. If you participate and win the race, I promise I will start training you. Okay, clauses ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ കണ്ടീഷണൽ ക്ലോസസ് ആണ്. നീ അതിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യും. ഓക്കെ. I will sir. He heard himself saying with complete conviction. Fine boy, tell me what's your name? Asked Ram Narayan. Tarun Kapoor sir. Tarun, I will meet you here after 5 days to give you your participation card. All the best, said Ram Narayan and left. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. Shraddhika, if his father had plus not scolded V3, had plus V3, had not scolded him, he wouldn't have got this opportunity. He wouldn't have, would plus have, wouldn't have got it. Okay, wouldn't have got this opportunity. Clear ആണോ? അപ്പോൾ ഇതാണ് പറയുന്നത് റീഡ് ദ ഫോളോയിങ് പാസേജ്. അത് അതിൽ സെൻറ്റൻസിൻ്റെ കണ്ടീഷണൽ സെൻറ്റൻസസ് കണ്ടെത്താനാണ്. അപ്പോൾ നിങ്ങൾ ആ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കണ്ടീഷണൽ ക്ലോസസ് കണ്ടെത്താം. സെക്കൻഡ് വൺ നോക്കാം. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് while he did not have any objection to my changing school, I should do so only if I was really serious about playing cricket. Okay, ഇതിൽ എന്തുണ്ട്, if I was really, if ക്ലോസ് വന്നു, കണ്ടീഷണൽ ക്ലോസ് വന്നു. ഓക്കെ. ഇനി നിങ്ങളോട് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. I will train you if you want. ഫസ്റ്റ് കണ്ടീഷനിലാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസിൽ എന്തെല്ലാം, ഫസ്റ്റ് പാരഗ്രാഫിൽ ഏതെല്ലാം കണ്ടീഷൻസ് ഉണ്ട് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ സെക്കൻഡിൽ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കുക. ഡിവൈഡ് ദ സെന്റൻസസ് യു ഹാവ് ഐഡന്റിഫൈ ഇൻ ടു 2 പാർട്സ്. ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇഫ് ക്ലോസ് ഉണ്ടാവും ഒരു പാർട്ട്, അതിന് മെയിൻ ക്ലോസ് ഉണ്ടാവും. ഇഫ് യു വാണ്ട്, അതാണ് കണ്ടീഷണൽ ക്ലോസ്. ഐ വിൽ ട്രെയിൻ യു, ഞാൻ പഠിപ്പിക്കുക എന്നുള്ളത് മെയിൻ ക്ലോസ്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, നമുക്ക് ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ 2 പാർട്ടായിട്ട് എഴുതി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ. അതിൻ്റെ ബി പാർട്ട് നോക്കാം. തരുൺ ഫെൽ ഡൗൺ ത്രൈസ് ഇൻ ദ റേസ് ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്.
The following pictures and the statement show his thought at different times. തരുൺ 3 പ്രാവശ്യം വീണു, പക്ഷെ അവൻ അതിന് തളർന്നോ ഇല്ല, അവൻ വീണ്ടും ഓടുക ചെയ്തത്. അപ്പോൾ ഈ 3 ചിത്രം എന്താ കാണിക്കുന്നത്? അവൻ്റെ തോട്ട്സ് ആണ്. ഡിഫറെൻറ്റ് ടൈംസിലുള്ള വ്യത്യസ്ത സമയങ്ങളിൽ അവൻ്റെ തോട്ട്സ് ആണ്. എന്താ നോക്കാവുന്നത്? ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. ഇഫ് ഐ ഡിഡ് നോട്ട് ഫാൾ ഐ വുഡ് വിൻ. ഞാൻ വീഴില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. ഇഫ് ഐ ഹാഡ് നോട്ട് ഫാളൻ ഐ വുഡ് ഹാവ് വോൺ. 3 കണ്ടീഷൻസ് പറഞ്ഞു. ക്ലിയർ അല്ലേ? ബിഫോർ ദ റേസ്, ആഫ്റ്റർ ദ തേർഡ് ഫാൾ, ആഫ്റ്റർ ദ റേസ്. ഓക്കെ. ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ. പ്രാക്ടീസ് സിമ്പിൾ പ്രസൻറ്റ്. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ വിൻ. വിൽ പ്ലസ് വിൻ. വിൽ പ്ലസ് V1. ഓക്കെ. സെക്കൻഡ്, ഇഫ് ഐ ഡിഡ് നോട്ട് ഫാൾ. ഞാൻ വീണില്ലായിരുന്നെങ്കിൽ ഐ വുഡ് വിൻ. ഓക്കെ. തേർഡ് വൺ, ഇഫ് ഐ ഹാഡ് നോട്ട് ഫാളൻ ഐ വുഡ് ഹാവ് വോൺ. 3 കണ്ടീഷൻസ് ഉണ്ട് ഈ 3 ചിത്രങ്ങൾ പറയുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? ഡിസ്കസ് ദ ഡിഫറൻസ് ഇൻ ദ മീനിങ് ആൻഡ് അറേഞ്ച് ദ സെന്റൻസ് അക്കോർഡിംഗ് ടു ദെയർ ലെവൽ ഓഫ് പോസിബിലിറ്റീസ്. ആ 3 സെന്റൻസും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പോസിബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാനാണ്? അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. നോക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതിന് എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. സെന്റൻസ് ഇഫ് ഐ പ്രാക്ടീസ് വെൽ ഐ വിൽ വിൻ. എന്താണ്? ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. അതിൻ്റെ ഇഫ് ക്ലോസ് എന്താ? ഇഫ് ഐ പ്രാക്ടീസ് വെൽ, അതാണ് ഇഫ് ക്ലോസ്. അതിൻ്റെ മെയിൻ ക്ലോസ് എന്താണ്? ഐ വിൽ വിൻ, ഞാൻ ജയിക്കും. അപ്പോൾ അതെന്താണ്? ലൈക്ലി ടു ഹാപ്പൻ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഒന്നുകൂടെ ഞാൻ പറയണ്ടേ. ഇഫ് ഐ ഡിഡ് നോട്ട് ഫാൾ ഐ വുഡ് വിൻ. അതാണ് സെന്റൻസ്. ഇഫ് ഐ ഡിഡ് നോട്ട് ഫാൾ എന്താണ്? ഇഫ് ക്ലോസ്. ഐ വുഡ് വിൻ എന്താണ്? മെയിൻ ക്ലോസ്. അതെന്താണ്? എന്തായിരിക്കും വരിക? പോസിബിലിറ്റി എന്താണ്? ഇമാജിനറി മീൻസ് അങ്ങനെ വിചാരിക്കുകയാണ്. കാരണം എന്താണ്? അങ്ങനെ ഞാൻ ഫാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു. തിങ്ക് ചെയ്യല്ലേ? ഒരു ഇമാജിനേഷനാണ്. ഓക്കെ. അതുപോലെ 3ാമത്തെ സെൻറ്റൻസ് നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതി വെക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. കട്ട്. ഓക്കെ. ഒരു ബോക്സ്, പിങ്ക് കളർ ബോക്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ദ സെൻറ്റൻസ് കണ്ടെയ്നിങ് ഇഫ് ക്ലോസ് ആർ കാൾഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഒരു സെൻറ്റൻസിൽ ഇഫ് ക്ലോസ് വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയും. വി യൂസ് കണ്ടീഷണൽ സെൻറ്റൻസ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി, പ്രോബബിൾ കണ്ടീഷൻ, ഇമാജിനേഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ ആൻഡ് അൺഫുൾഫിൽഡ് കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. എന്താ പറയുന്നത്? ഈ സെൻറ്റൻസസിൽ ഇഫ് വരുന്ന ക്ലോസ് വരുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയും. നമ്മൾ പറഞ്ഞ കാര്യം, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഓക്കെ. വി യൂസ് കണ്ടീഷണൽ സെൻറ്റൻസ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി. കണ്ടീഷണൽ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നതാണ് പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പ്രോബബിൾ കണ്ടീഷൻ, അതായത് നടക്കാൻ സാധ്യതയുണ്ട്. ഇമാജിനേഷൻ, ഇംപ്രോബബിൾ, അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ഇമാജിനേഷൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാം. ആൻഡ് അൺഫുൾഫിൽഡ് കണ്ടീഷൻ, ഇമ്പോസിബിൾ കണ്ടീഷൻ, ഒരിക്കലും നടക്കാൻ പറ്റാത്ത കണ്ടീഷൻ. അങ്ങനെ 3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ കണ്ടീഷണൽ ക്ലോസസ് യൂസ് ചെയ്യുക. ഇനി സിയിൽ നോക്കാം. കംപ്ലീറ്റ് ദ തോട്ട് ഓഫ് തരുൺ, ദ മെമ്പർ ഓഫ് ഹിസ് ഫാമിലി, രാം നാരായൺ ആൻഡ് പവൻ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഇഫ് ക്ലോസ്, അത് നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്. എങ്ങനെ പറയാം? ഒന്ന് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ബിഫോർ, ഞാൻ നന്നായി പ്രാക്ടീസ്. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ്ഡ് ഐ വുഡ് ഹാവ് വോൺ. ഐ വുഡ് ഹാവ്, കാരണം ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3, ഐ വുഡ് ഹാവ് വോൺ ദ ഗെയിം. ഫസ്റ്റ് വൺ ഈസ് given for you. And the remaining, if Ram Narayan trained my son dash, you have to fill that. If my son studied well dash. The next one, if dash Tarun would have been champion. Okay. The next one, if Tarun dash I wouldn't have become the winner. And final one, if I had gone to the Nehru Stadium dash. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മേലത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് ഈ സംഭവങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ മുന്നേ പറഞ്ഞ കണ്ടീഷണൽ ക്ലോസസ് കറക്റ്റായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എങ്ങനെ വരിക എന്നുള്ളത് ഫില്ല് ചെയ്യുക. 3 കണ്ടീഷനിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷനിൽ സബ്ജക്റ്റ് എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. അതിൻ്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? വിൽ പ്ലസ് പ്രസൻറ്റ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. സെക്കൻഡ് കണ്ടീഷനിൽ എങ്ങനെ കയറാം? ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. വുഡ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും മെയിൻ ക്ലോസിൽ വരിക.
Third condition, if you had studied, you would have passed the examination. If you had studied, had plus v3, വെർബിൻ്റെ v3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, v1 v2, studied. If you had studied, you would have passed the examination. would plus have plus v3, you would have passed the examination. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പിക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് കമ്പയർ ദം. 2 പാസേജസ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് കമ്പയർ ചെയ്യാനാണ്, താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ, ഫുൾ സ്റ്റോപ്പ്. ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ്, ഫുൾ സ്റ്റോപ്പ്. ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഒരു ഫ്ലോ കിട്ടണില്ല, കാരണം അവന് ലാസ്റ്റ് ഫ്യൂലുണ്ടായിരുന്നു, പിന്നെ അവന് എന്ത് ചെയ്തില്ല, ക്യൂ അപ്പ് ചെയ്തില്ല, പിന്നെ അതേപോലെ കുറച്ച് കുട്ടികളെ ഓവർടേക്ക് ചെയ്തു. ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കാം. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്, വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. കുറച്ചൊരു ഫ്ലോ തോന്നുന്നുണ്ടല്ലോ, ഉണ്ടല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദീസ് 2 പാസേജസ് ഡു യു ഫൈൻഡ് മോർ റീഡബിൾ ആൻഡ് മീനിങ് ഫുൾ? വൈ? ഈ 2 സെന്റൻസ് രണ്ടിനും അർത്ഥം സെയിമാണ്, പക്ഷെ കുറച്ചുകൂടെ മീനിങ് ഫുള്ളും റീഡബിളും ആയി തോന്നുന്നത് ഏതാണ്? രണ്ടാമത്താണ്. കാരണം എന്താ? ഇഫ് ഹി വാസ് ദ ലാസ്റ്റ് ഫ്യൂ ബട്ട്, ഒരു ബട്ട് അവിടെ വന്നു. He did not give up. Once more is extra. He overtook some children. Clear ആണോ? അപ്പോൾ എന്താ പറയുന്നത്? ആ ചുവപ്പ് ബോക്സ് നോക്കാം. The word once more and but link the sentences in the passage and make them more readable and understandable. Such words are called linkers. എന്താ പറയുന്നത്? ഈ വേർഡ്സ് വൺസ് മോറും ബട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് എന്താണ്, സെന്റൻസുകളെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് എന്ത് പറയും? ലിങ്കേഴ്സ് എന്ന് പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ഗിവൺ പാസേജ് വിച്ച് ലിങ്ക് സെന്റൻസസ് ഓർ ഐഡിയാസ്. താഴെ സെന്റ് തന്നിട്ടുണ്ട്, അതിൽ ലിങ്കേഴ്സിനെ കണ്ടെത്താനാണ് പറയുന്നത്. കണ്ടെത്തിക്കൂടെ നിങ്ങൾക്ക്? ഫസ്റ്റ് നോക്കാം. ഓൺ ദ വൺ ഹാൻഡ് his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle class family. On the one hand is a linker. ഒരു സമയത്ത് his parents hated his running and linker wanted him to concentrate more on his studies, which he never did. On the other hand, മറ്റൊരു വശത്ത് he belonged to a middle class family. അപ്പോൾ ലിങ്കേഴ്സ് മനസ്സിലായില്ലേ? ഓൺ ദ വൺ ഹാൻഡ് ഒരു ലിങ്കർ ആണ്, ആൻഡ് ഒരു ലിങ്കർ ആണ്, ഓൺ ദ അതർ ഹാൻഡ് ഒരു ലിങ്കർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ലിങ്കേഴ്സ്. അപ്പം നിങ്ങൾക്ക് ആക്ടിവിറ്റി 2 ഉണ്ട്, അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ലിങ്കേഴ്സ് കണ്ടെത്തുക. അതുപോലെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി, ഒരു ഹോം അസൈൻമെൻ്റ് ആയിട്ട് തരുന്ന സംഭവമാണ് എന്ത്, ബി ക്വസ്റ്റ്യൻ ആയിട്ട് റീറൈറ്റ് ദ പാസേജ് യൂസിങ് സൂറ്റബിൾ ലിങ്കേഴ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഒരു ബോക്സിൽ കുറച്ച് ലിങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ വേണ്ട സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യുക, ഈ ലിങ്കേഴ്സ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു സെൻറ്റൻസ്, റീഡബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കി മാറ്റുക. ഓക്കെ, സിമ്പിൾ സംഭവമാണ്. ലിങ്കേഴ്സ് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് കൂടുതലൊന്നും അതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6 ഒരു എഡിറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. ലെറ്റ്സ് എഡിറ്റ് എ ടെക്സ്റ്റ്. റീഡ് ദ നോട്ടീസ് പ്രിപ്പയർഡ് ബൈ മനോഹർ. മനോഹർ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്തതിൻ്റെ വായിച്ചോക്കാനാണ് പറയുന്നത്. ദ സ്കൂൾ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ഇൻ കണക്ഷൻ വിത്ത് ദ സ്പോർട്സ് ഡേ സെലിബ്രേഷൻ ഓഫ് എ സ്കൂൾ. ദർ ആർ ഫ്യൂ ഇറേഴ്സ് ഇൻ ഇറ്റ്, ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ദം. ഒരു നോട്ടീസാണ്, അതിൽ കുറച്ച് ഇറേഴ്സ് ഉണ്ട്, അത് കണ്ടെത്തിയിട്ട് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സ്കൂൾ സ്പോർട്സ് ഡേ സെലിബ്രേഷനിൽ ഗവൺമെൻറ് DVHS ചരമംഗലം. Okay, ladies and gentlemen, we celebrate the annual school sports day on Monday, the 20th of October. October no O should be capital. October 2016. The GV Raja State Award winner, Mr. Ravi Kumar, has consented to inaugurate the celebration. The K. Ratna National Award winner, Mrs. Ghosh, M should be capital, will flag off the school athletic meet. Thereafter follows the school march past. All the athletes of the meet is requested to participate. Not is. All the athletes of the meet are requested, because athletes is plural, are requested to participate in it. The winners of the meet will be given the championship trophy at the concluding ceremony, and so the winning team are not. Winning team is singular. Winning team, only one single team. Okay, so
winning team is requested to present till the end of the meet. All are welcome. Thank you. These are the small errors, and I think you have understood what I collected on this paragraph. Okay, then final activity, activity 7. It's an activity for you. It's a game activity. Let's have a look at it. Okay, the activity 7 says that there are 17 action words related to sports in the puzzle. ഒരു പസിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ 17 എന്തുണ്ട് ആക്ഷൻ വേർഡ്സ് ഉണ്ട്. ഷീന, ക്ലാസ് 9 സ്റ്റുഡൻറ്, ഹാസ് ഫൗണ്ട് ഔട്ട് ഓഫ് 7 ഔട്ട് ഓഫ് ദം. അതിൽ 7 ആര് കണ്ടെത്തിയിട്ടുണ്ട്? ഷീന കണ്ടെത്തിയിട്ടുണ്ട്. ഹെൽപ്പ് ഹെർ ഫൈൻഡ് ഔട്ട് ദി റിമൈനിങ് വേർഡ്സ്. ബാക്കിയുള്ള വേർഡ് കണ്ടെത്താൻ സഹായിക്കാനാണ് പറയുന്നത്. എന്താണ് ഷീന കണ്ടെത്തിയ? ഒരു പാസ് ഉണ്ട്, സ്ട്രൈക്ക് ഉണ്ട്, റൈഡ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ഷീന കണ്ടെത്തിയതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷീന കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി നിങ്ങളോട് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്ന് വായിച്ചിട്ട് ആക്ഷൻ വേർഡ്സ് അതിൽ നിന്ന് കണ്ടെത്തുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ആക്ടിവിറ്റീസും ഈ ചാപ്റ്ററും ഈ യൂണിറ്റും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കണ്ടീഷണൽ ക്ലോസസ് ആണ് ഫസ്റ്റ് പഠിച്ചത്. കണ്ടീഷണൽ ക്ലോസസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 കണ്ടീഷനുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് 3 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലിങ്കേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ അതിന് ശേഷം നമ്മളൊരു പാരഗ്രാഫ് എഡിറ്റ് ചെയ്തു. അത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, then let's meet with a new chapter in the coming sessions. Thank you.